ഗുഡ് മോർണിംഗ് ഷാഹിദ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നിങ്ങളെ സെഷനാണല്ലേ? അതെ അതെ അതെ. ഡോക്ടറെ ഇന്നലെ മറ്റേ ഗഫൂർ സാറിന്റെ അമ്മാന്റെ ഇന്നലെ തന്നെ പയ്യത്ത് മറയുതാ അറിയോ? ഇല്ലട്ടോ, ഇന്നലെ തന്നെ ഇതൊന്നും അറിയില്ല. ഞാന് പിന്നെ അന്വേഷിക്കാൻ പറ്റില്ല. ആ 3 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ പിന്നെ എടുത്തിട്ടുണ്ടോ? നിഖിൽ സാറൊക്കെ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് സാർ. അലിക്ക കുറെ കാലമായി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കുഞ്ഞുമാണ്, നേരിട്ട് കണ്ടിട്ട് കുറെ കാലമായി അറിയാം. കുഞ്ഞമ്മ സാറാണല്ലേ? ഇടക്കിടക്കേ വരുള്ളൂ. അല്ല മോർണിംഗ് ഡ്രൈവിലെ മിക്കവാറും ഉണ്ട്. അല്ല, മിക്കവാറും ഉണ്ടാവുന്നുണ്ട്, മിക്കവാറും കാണലുണ്ട്. ഞാൻ പക്ഷെ ശബ്ദം കേട്ടിട്ടില്ല. ഞാനൊന്നും ഉണ്ടാറില്ല. നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ നിഖിൽ സാറെ. പുതിയ കുട്ടികള്. നിഖിൽ സാറും മിക്കവാറും എല്ലാ ദിവസവും ഉണ്ട്. നിഖിൽ സാറും എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ നടന്നുകൊണ്ടിരിക്കുക, നടക്കുന്ന സമയത്ത് എനിക്ക് ഒഴിവുള്ളപ്പോക്കെ ഒന്നും കേറില്ല. മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ. ഇന്നലെ നന്നായിരുന്നു കേട്ടോ, നല്ല ഇന്നലെ എനിക്ക് നല്ല വരാൻ പറ്റിയില്ല. നല്ല ആകെ തിരക്കായി. രാത്രി ഒരു 2 മണിയായി വന്നപ്പോ തന്നെ. ശരി. ഓൾമോസ്റ്റ് ദിവസങ്ങളിൽ നല്ലത് തന്നെ. അതെ. ഹലോ ഷാഹിദ് സാർ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. ചെയർമാനെ കാണാനല്ല. ചെയർമാൻ ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് എത്തിയില്ലേന്ന് അറിയില്ല, കാണുന്നില്ല. അപ്പം വെൽക്കം ഒക്കെ ആരാണെന്ന് തെറ്റി ധാരണയില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The meeting in connection with the 7 a.m. morning drive of JCI India Zone 28 is hereby called to order.
ഇന്നത്തെ പ്രോഗ്രാം നമുക്കറിയാം. നമ്മള് ഇന്ന് 21ാമത്തെ ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. സോൺ 28ന്റെ ട്രെയിനിങ് ടീമിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ദിവസവും നമ്മളൊരു നല്ല സന്ദേശം കൊണ്ട് ആരംഭിക്കുക എന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആണ്. ചെയർമാൻ സാർ, സുരേഷ് സാർ, കാൾട്ട് ഓർഡർ വിളിച്ചു, ബാക്കി സ്റ്റാർട്ട് ചെയ്തോളൂ. വെൽക്കം സ്പീച്ച് ആരാണ്? വെൽക്കം സ്പീച്ച് പറയാൻ വേണ്ടിട്ട് സുഭാഷ് സാറിനെ ക്ഷണിച്ചോളൂ. സുഭാഷ് സാർ എത്തിയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഓക്കെ. ഹലോ, ഓഡിബിൾ ആണ്. ഹലോ, മ്യൂട്ട്. ഹലോ. ഓഡിബിൾ ആണ്. ഓക്കെ. ഇന്നത്തെ 7 AM മോർണിംഗ് സെഷനിലേക്ക് ട്രെയിനിങ്ങിന് വന്നിട്ടുള്ളത് നമ്മുടെ ഷഹീദ് സാറാണ്. ഷഹീദ് ഇലക്ട്രൽ സാറാണ്. ഷഹീദ് സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ചെയർമാൻ ഹിഷാം സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് വാക്കുകൾ. ഹിഷാം സാർ. ഓക്കെ, നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് ഷാഹിദ് എളേറ്റിലാണ്. ജെസി എളേറ്റിൽ നിന്നുള്ള ജെസി ഇന്ത്യ സോൺ ട്രെയിനർ ആണ്. നമുക്ക് അവർക്കും പ്രിയങ്കരനായിട്ടുള്ള ട്രെയിനർ ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് ശ്രവിക്കാം. ഫ്ലോർ ഈസ് ഹാൻഡ് ഓവർ ടു ദ ഷാഹിദ് സർ. സർ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഓഡിബിൾ ആണല്ലോ അല്ലേ? ആണ്, ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്നെ പരിചയപ്പെടുത്തി, ഞാൻ ഷാഹിദ് ജെസി എളേറ്റിൽ ലോബിലാണ്. ഏതായാലും രാവിലെ തന്നെ നിങ്ങളെ കാണാൻ പറ്റിയതിലുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയൊക്കെ ആദ്യം അറിയിക്കാണ്. പോസ്റ്റർ ഇങ്ങനെ കാണാറുണ്ട് എന്നല്ലാതെ ഒരു ദിവസം പോലും എനിക്കിതിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിന്റെ എളേറ്റിൽ ടീമിലേക്കുള്ള ആളുകൾ നേരത്തെ ക്ലാസ് എടുത്തിരുന്നു എന്നെനിക്ക് മനസ്സിലായി, സെഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. എനിവേ, ഒരിക്കൽ കൂടി ഓപ്പർച്യൂണിറ്റിക്ക് നന്ദി പറയുന്നു. നേരെ പിന്നെ ഞാൻ എന്ത് പറയണം എന്നിങ്ങനെ ആലോചിച്ചപ്പോ എനിക്കിങ്ങനെ തോന്നിയത് റോബിൻ ശർമ്മയുടെ ദ ഗ്രേറ്റ്നെസ് ഗൈഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞാനിങ്ങനെ ഈ റീസെന്റ് ആയിട്ടാണ് ഞാൻ അത് കണ്ടത്. അതിലിങ്ങനെ നോക്കിയപ്പോ നമ്മൾ ഇപ്പൊ ഉള്ള ഒരു ലെവലിൽ നിന്ന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവാൻ, ഗ്രേറ്റ്നെസ് ആവാൻ ഉള്ള കുറെ പോയിന്റുകൾ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് മാറാം. 100ഓളം പോയിന്റുകൾ ഉണ്ട്. എനിക്ക് ഓരോ പോയിന്റുകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അതിലുള്ള ഒരു 1-2 പോയിന്റുകൾ പറയാം എന്ന് വിചാരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത്, ദെൻ ഈ ഒരു ലെവലിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ ബി അൺറീസണബിൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് പറയുന്നുണ്ട്. അൺറീസണബിൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയും ദെൻ എന്താ പറയാ, നമ്മളൊരു ബോക്സിന്റെ അപ്പുറത്തേക്ക്, നമ്മളെപ്പോഴും പറയുന്ന പോലെ പിന്നെ ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് പറയുന്നത്. ദ ക്രിട്ടിക്സ് ഹാവ് ആൾവേസ് laughed at the visions of bold thinkers and remarkable visionaries എന്നുള്ള ടേമിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബോൾഡ് തിങ്കേഴ്സിന്റെ അല്ലെങ്കിൽ റിമാർക്കബിൾ വിഷനറീസിന്റെ ചിന്തകൾ കേൾക്കുമ്പോൾ ആളുകൾ ചിരിക്കുന്നതാണ്. ഇഗ്നോർ ദം എന്നാണ്. അവരെ ഒഴിവാക്കിയാൽ അയാൾ ഗ്രേറ്റ്നെസ്സിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഡ്രീമേഴ്സ് ആയിട്ട് നമ്മൾ മാറുക എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ ഡ്രീമേഴ്സ് ആയിട്ട് മാറുക, ആളുകൾക്ക് ഇത് നടക്കുമോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് മൂവ് ചെയ്യുക, ഇതൊക്കെയാണ് അതിലൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇലോൺ മസ്കിനൊക്കെ ഓർമ്മ വരും. ഇൻ ദ ഇയർ 2002 ഇലോൺ മസ്ക് സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയൊക്കെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, 2002 പിന്നെ മൊബൈൽ ഫോണൊക്കെ ആയി വരുന്ന ഒരു കാലഘട്ടത്തില് ഒരു മനുഷ്യൻ വന്നിട്ട് പ്രഖ്യാപിക്കുന്നു സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി ഞാൻ പ്രഖ്യാപിക്കുന്നു. കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു പോയിന്റ് സ്പേസ് ടൂറിസം നടപ്പിലാക്കുന്നുണ്ട്. സാധാരണക്കാരായ ആളുകളെ പിന്നെ ബഹിരാകാശത്തേക്ക് ടൂറ് കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. 2002 ഇരുന്നിട്ട് ഒരു മനുഷ്യൻ അത് പ്രഖ്യാപിക്കുമ്പോ ചിലപ്പോ അത് കേട്ട പത്രക്കാര് പോലും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഇയാൾക്ക് എന്തോ തകരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം.
അങ്ങനെയുള്ള പിന്നെ ഗോളുകൾ സെറ്റ് ചെയ്യുകയും അത് അച്ചീവ് ചെയ്തിട്ട് അന്ന് കളിയാക്കിയ ആളുകളെ കൊണ്ട് കൈയടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പോയിന്റിൽ ഇദ്ദേഹം പറയുന്നത്. 2003-4 വർഷത്തിലാണ് ടെസ്ല മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ കാറുകളെ പറ്റിയും പിന്നെ ഓട്ടോണമസ് കാറുകളെ പറ്റിയും ഡ്രൈവർ ഇല്ലാത്ത കാറുകളെ പറ്റിയൊക്കെ ഇദ്ദേഹം സംസാരിക്കുന്നത്. ഈ അടുത്ത് ഞാൻ ഏതൊരു ഒരു പ്രസന്റേഷന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോൾ എന്റെ കയ്യിൽ കിട്ടിയ ഒരു പത്രവാർത്ത ഇങ്ങനെയായിരുന്നു. ഒരു മലയാളം പത്രമാണ്. ചരിത്രം എഴുതി സ്പേസ് എക്സ്, 4 സാധാരണക്കാർ ബഹിരാകാശത്ത് എന്നായിരുന്നു ആ വാർത്ത. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ബിയോണ്ട് ദ ബോക്സ് തിങ്കിങ്ങിന്റെ ആളുകളായിട്ട്, ഡ്രീമേഴ്സ് ആയിട്ട് നമ്മൾ മാറിയാൽ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമെന്നും അത് അച്ചീവ് ചെയ്യപ്പെടും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് മുന്നോട്ടുള്ള ഒരു കുതിക്കൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തിങ്കിങ് നമുക്ക് അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. കുറെ പോയിന്റുകൾ പറയുന്നതിൽ ഒരു പോയിന്റ് ഇതാണ്. സെക്കൻഡ് പോയിന്റ് ലിസൺ കെയർഫുള്ളി എന്ന്. ലിസൺ കെയർഫുള്ളി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതേ ഉള്ളൂ. എഫക്റ്റീവ് ലിസണർ, നമ്മള് ഒരു എമ്പത്തറ്റിക്കൽ ലിസണർ ആയിട്ട് മാറുക എന്നൊക്കെ ഉള്ളത്. ലിസണിങ് ഇസ് ദ മാസ്റ്റർ സ്കിൽ ഓഫ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എക്സലൻസ് എന്നാണ്. നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എക്സലൻസിന് ആളുകളെ കേൾക്കുക എന്നുള്ളത് ഭയങ്കര നിർണായകമാണ്. കാരണം നമ്മൾക്കുള്ള എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഒരാളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഏതെങ്കിലും ഒരാളുടെ സംസാരം നമ്മൾ മിസ് ചെയ്താൽ നമ്മൾ ഒരു പുതിയ ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം ഈ ബുക്കിൽ പറയുന്ന ഒരു പോയിന്റാണ്. നമ്മള് എല്ലാ ടൈപ്പ് ഓഫ് ആളുകളെയും കേൾക്കണം എന്നാണ്. എവിടുന്നാണ് നമ്മളൊരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അവിടെ കോമ്പിറ്റന്റ് ആവുക എന്നുള്ളത് നിർണായകമാണ്. നമ്മളൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ആ പൊസിഷനിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ കോമ്പിറ്റൻസിയും നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു കണ്ടിന്യൂസ് ലേണർ ആവണം. കണ്ടിന്യൂസ് ലേണിങ്ങിന്റെ ഏറ്റവും നല്ലൊരു ടൂളാണ് ആളുകളെ കേൾക്കുക എന്നുള്ളത്. പല ടൈപ്പ് ഓഫ് ആളുകളെ നമ്മൾ കാണും, കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമുക്ക് അയാളിൽ നിന്ന് കിട്ടും എന്നാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ആളുകളാന്നുള്ളത് പരിഗണിക്കേണ്ടതില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ടൈപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. ആരെയും നമ്മൾ കേൾക്കണം. ഒരു സംഭവ സ്റ്റോറി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കമ്പനി സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാറിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിസൈനിൽ ഒരു കാർ നിർമ്മിച്ചു. ആ കാർ നിർമ്മിച്ചപ്പോ സാധാരണയുള്ള കാറിന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു എക്സിറ്റ് ഡോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ പുതിയൊരു മോഡൽ കാർ ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി ഹൈറ്റ് കൂടി പോയി, കാറ് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ഭയങ്കര ചർച്ചയായി, എങ്ങനെയാണ് ഇത് നമ്മൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുക. അപ്പോ പിന്നെ വലിയ എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നു, ദെൻ ഹൗ ടു റിസോൾവ് ദിസ് ഇഷ്യൂ. വലിയ എഞ്ചിനീയേഴ്സ് വന്നപ്പോൾ ആരൊക്കെ പറഞ്ഞു, പുതിയ കാറല്ലേ, ആദ്യമായിട്ട് നമ്മൾ ഇറക്കുന്ന ഒരു ബ്രാൻഡഡ് കാർ, പുതിയ മോഡൽ കാറാണ്, അതുകൊണ്ട് പിന്നെ കാറിലൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഡോറ് പൊളിച്ചു മാറ്റാം, എന്നിട്ട് പുറത്തേക്ക് ഇറക്കാം, എന്നിട്ട് പുതിയത് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഗേറ്റ്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി. രണ്ടാമതൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഒരു ഇഞ്ചിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളൂ, നമുക്ക് കാർ അതിനുള്ളിലൂടെ അങ്ങ് ഇറക്കാം, അപ്പൊ ചെറിയൊരു സ്ക്രാച്ച് മുകളിൽ വരുന്നു മാത്രമേ ഉള്ളൂ, അത് നമുക്ക് പിന്നീട് പെയിന്റ് ഒക്കെ ചെയ്ത് പോളിഷ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ ഏത് വേണമെന്നുള്ള നടക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞത്രേ, ഞാനൊരു അഭിപ്രായം പറയട്ടെ എന്ന് ചോദിച്ചപ്പോ ചില ആളുകൾക്ക് അദ്ദേഹം അഭിപ്രായം പറയുന്നത് ഇഷ്ടമില്ല. പക്ഷെ അതിന്റെ ഓണർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്രേ, ടയറിൽ 6 ഇഞ്ചോളം പിന്നെ എയർ ഉണ്ടാവും, അതിൽ നമുക്ക് 2 ഇഞ്ച് കുറയ്ക്കാം, ചെറിയൊരു എയർ കുറയുന്നത് കൊണ്ട് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല, 4 ഇഞ്ച് 2 ഇഞ്ച് കുറഞ്ഞാൽ പിന്നെ 4 അപ്പൊ 2 ഇഞ്ച് താഴേക്ക് വരും, എന്നിട്ട് ഈസി ആയിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ട് എയർ ഒന്ന് ഫില്ല് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്രേ. ഞാൻ പറഞ്ഞു തന്നത്, ഏത് ചെറിയ ആളുകളെ കയ്യിൽ നിന്നും നമുക്കൊരു ലിസണിങ് പോയിന്റ് അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ്. സോ ദ ലിസൺ കെയർഫുള്ളി. ലിസണിങ് സ്കിൽ എന്ന് പറയുന്ന രണ്ടാമതൊരു സ്കില്ലുണ്ടോ, നിങ്ങൾ ഈ സ്റ്റെപ്പിൽ നിന്നും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകും. ഏത് ടൈപ്പ് ഓഫ് ആളുകളെ പിന്നെ കേൾക്കാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ ഏത് ഫീൽഡിൽ നിൽക്കുമ്പോൾ കോമ്പിറ്റന്റ് ആവുക എന്നുള്ളത് നിർണായകമാണ്. ഈ അടുത്തൊരു ആം ആദ്മി പാർട്ടിയുടെ ഒരു സൈറ്റിലൂടെ പോയപ്പോ ഒരു ലോക്സഭ കാൻഡിഡേറ്റ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, ഇംഗ്ലീഷോ ഹിന്ദിയോ അറിഞ്ഞിരിക്കണം സംസാരിക്കാൻ. എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ പോകുമ്പോൾ സംസാരിക്കാൻ ഈ 2 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമാണ്. അതുള്ള ആളുകളെ മാത്രമേ അങ്ങോട്ട് പറഞ്ഞേക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറെ കാലത്തെ പാർലമെന്റ് അംഗങ്ങളുടെ ഒക്കെ ഒരു ലാംഗ്വേജ് ഒക്കെ ഞാനിങ്ങനെ ഓർത്തു പോയിട്ടുണ്ട്. പഠിക്കാനൊരു ശ്രമം പോലും നടക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു വലിയ ഖേദകരം തന്നെയാണ്. അത് ആ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതിന് പൊളിറ്റിക്സ് ഇല്ല. നമ്മൾ ഏത് ഫീൽഡിലാണോ അവിടെ നമ്മൾ കോമ്പിറ്റന്റ് ആയി മാറിയിരിക്കണം. അതിന് ഈ ലിസണിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് വളരെ ഉപകാരപ്രദമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, തേർഡ് വൺ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പോയിന്റ് അതാണ്.
JBN എന്നൊരു പോയിന്റ് ഉണ്ട്. JBN. JBNൽ റോബിൻ ശർമ്മ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ജസ്റ്റ് ബി നൈസ്. വളരെ നൈസ് ആയിരിക്കണം നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, നൈസ് പേഴ്സണാലിറ്റി, നൈസ് ക്യാരക്ടർ. പല രീതിയിൽ നൈസ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ. ഒരാള് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഞാൻ നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട്. ആ നൈസിന്റെ ഒരു മീനിങ് എന്താന്ന് വെച്ചാല് ആർക്കും പരിക്കില്ലാതെ നമ്മൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അയാൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല, നൈസായിട്ടാണ് രക്ഷപ്പെടുന്നത്. നൈസ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അയാളോട് നമ്മൾക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. അയാൾക്ക് നമ്മളെ പിടിച്ചിരുത്താനുള്ള എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ നൈസ്, എപ്പോഴും നൈസ് ആയിരിക്കുക എന്നുള്ളത് നമ്മൾ ഒരു ലെവലിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് പോകാനുള്ള ഒരു ടൂളായിട്ട് റോബിൻ ശർമ്മ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നൈസ് എന്ന് പറയുമ്പോൾ ലോകത്ത് 2 വിഭാഗം ആളുകൾ ഉണ്ട് എന്നാണ് പറയുക. ഒരു വിഭാഗം ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ, അയാള് ഒരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യപ്പെട്ടാൽ, ഒരു ഹാളിലേക്ക് വന്നാൽ, ഒരു സ്ഥാപനത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാല് അവിടെ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ സന്തോഷം ഇയാൾ വാരി വിതറും. ഇയാൾ അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും ഒരു സ്പെഷ്യൽ വൈബ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് വൺ. ഒന്നാമത്തെ ടൈപ്പ് ആളുകൾ ഇവരാണ്. ആൻഡ് ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് പീപ്പിൾ, രണ്ടാമത്തെ പീപ്പിൾ ആളുകൾ ആരാണെന്ന് ചോദിച്ചാല് ഇയാൾ ഇങ്ങോട്ട് ഈ ഹോളിലേക്ക് കയറി വരുമ്പോഴേക്കും അവിടെ ഡാർക്ക്നെസ് സ്പ്രെഡ് ചെയ്യും. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ആളുകൾ ചോദിക്കും. നേരത്തെ പറഞ്ഞ നൈസായി സ്കൂട്ടാവണതൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ നൈസ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാറ്റഗറിയിലാണ് വരിക. അങ്ങനെയുള്ള ഒരു നൈസ് പേഴ്സണാലിറ്റി ആവണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാരെയും അട്രാക്ഷൻ പിടിച്ചു പറ്റുന്ന ഒരാളായിട്ട് മാറണമെങ്കിൽ നമ്മൾ 5 A's പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയും. 5 A's ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്തെ A എന്താന്ന് ചോദിച്ചാൽ അറ്റൻഷൻ ആണ്. അറ്റൻഷൻ എന്താന്ന് വെച്ചാൽ ലോകത്തെല്ലാ മനുഷ്യർക്കും ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ആളുകൾക്കും ആവശ്യമുള്ള ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറ്റൻഷൻ ആണ്. അയാളെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് അയാൾക്കൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്മുടെ പഴയ കാലത്തെ ആളുകളൊക്കെ ഈ അറ്റൻഷൻ എന്ന് പറയുന്ന പോയിന്റ് വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളുകളാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഈ റേഷൻ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആളുകൾ ഇങ്ങനെ റോഡിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന അയൽവാസി ഇയാളോട് ചോദിക്കും, ആ റേഷൻ കടയിൽ നിന്നാണോ എന്ന് ചോദിക്കും. ഇത് കണ്ടാൽ അറിയാം റേഷൻ കടയിൽ നിന്നാണ് കൃത്യമായിട്ട് വരുന്നത് എന്നറിയാം. എന്നിട്ടും അയാൾ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര്, അതിനാണ് അറ്റൻഷൻ എന്ന് പറയുക. നമ്മൾ അയാളെ കണ്ടു എന്ന് അയാൾ അറിയിക്കലാണ് അറ്റൻഷൻ. അതേപോലെ ഇപ്പൊ മീൻ കടയിൽ നിന്നൊക്കെ മീനൊക്കെ ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയൽവാസി നമ്മളെ കാണിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇയാളോട് ചോദിക്കും, ആ മീൻ വാങ്ങാണോ എന്നൊക്കെ ചോദിക്കും. ഇത് കണ്ടാൽ അറിയില്ലേ മീൻ കടയാണെന്നും മീനാണ് ഇവിടുന്ന് വാങ്ങാൻ പറ്റുമെന്നും മെഡിക്കൽ ഷോപ്പ് അല്ലാന്നും അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അയാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അറ്റൻഷൻ. അതിനാണ് അറ്റൻഷൻ എന്ന് പറയുക. ഒരു കല്യാണ വീട്ടിലൊക്കെ നിങ്ങൾ പോയിട്ട് നിങ്ങളെ സ്വീകരിക്കാൻ ആളില്ലാതായി പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. കല്യാണം വിളിച്ച ആൾ അവിടെ ഇല്ല, കാണുന്നില്ല, നിങ്ങൾ സ്വീകരിക്കാൻ ആളില്ല, വെള്ളം തരാൻ ആളില്ല, ഒരു രസം ഉണ്ടാവില്ല കല്യാണം. നേരെ തിരിച്ച് ഒരു കല്യാണത്തിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഭക്ഷണ ഹാളിൽ കൊണ്ടുപോകുന്നു, തിരിച്ചയക്കുന്നു. എന്ത് രസമാണ്! എന്താണ് അതിന്റെ രണ്ടാമത്തെ കല്യാണം ഇഷ്ടപ്പെടാനും ഒന്നാമത്തെ കല്യാണം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഒന്നാമത്തേതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല എന്നുള്ളതും രണ്ടാമത്തേതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ആളുണ്ടായിരുന്നു എന്നുള്ളതുമാണ്. അതുകൊണ്ട് സോ ദ ഫസ്റ്റ് വൺ അറ്റൻഷൻ ആണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ? എഫെക്ഷൻ എന്നാണ് പറയുക. ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക, ഒരു ഹഗ് ചെയ്യുക, ഒരു കിസ് ചെയ്യുക, ഇതൊക്കെയാണ് എഫെക്ഷന്റെ ഭാഗം. അപ്പോ അടുത്തൊരു ഗ്രേറ്റ്നെസ്സിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് എല്ലാരെയും പോയിട്ട് അഫെക്ഷൻ കാണിച്ചിട്ട് എന്തോ കേസ് വന്നാൽ എന്നോട് പറയരുത്. ഓക്കെ, അപ്പോ എഫെക്ഷൻ പക്ഷേ എനിക്ക് തോന്നിയത് ഒരു ബോഡി ടച്ചിൽ ഉണ്ടാവുന്ന ഒരു അപാരമായ ഒരു ബന്ധമുണ്ട്. അതിന്റെ ഒരു ഗാഠതയും ദൃഢതയൊക്കെ ഉണ്ട്. ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് വരും. അതുകൊണ്ടായിരിക്കണം ഈ പറയാൻ പോകുന്ന എല്ലാ പോയിന്റുകളും വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഞാൻ ചില പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എല്ലാവരും ഇങ്ങനെ കൈ കൊടുക്കുന്നു, ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഏതൊരു JCN പ്രോഗ്രാമിന് പോയപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആളെ പറയുന്നില്ല, ഞാൻ ആദ്യം അങ്ങോട്ട് കയറി പോയപ്പോ ഒരാൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അതിനുശേഷം എന്നെ പരിചയപ്പെട്ടു.
അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫോൺ വണ്ടിയിലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോണായിട്ട് തിരിച്ചു വന്നപ്പോൾ അയാൾ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആളുകളുടെ കൂട്ടം ആളുകളോടാണ് ഞാൻ സംസാരിക്കണമെന്ന് എനിക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട്. അപ്പൊ ദിസ് ഈസ് സെക്കൻഡ് വൺ, അഫെക്ഷൻ. ഒരു ഷേക്ക് ഹാൻഡ്, ഒരു ഹഗ്, ഒരു കിസ്, ഒരു ടച്ച്, ഇതൊക്കെയാണ് എഫെക്ഷനിൽ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു പോയിന്റ് അപ്രിസിയേഷൻ ആണ്. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അപ്രിസിയേഷൻ നൽകുക, റെക്കഗ്നിഷൻ നൽകുക. പൊതുവെ മലയാളിക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. മലയാളികളെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ലാസ്റ്റ് ഗോവയിൽ വെച്ചിട്ട് നടന്ന ഒരു CAPP പ്രോഗ്രാം ഉണ്ട്. CAPPയിൽ പങ്കെടുക്കാൻ പോയപ്പോ ഗോവയിൽ പരിപാടിന്റെ ഇടയിൽ എപ്പോഴോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ടാക്സി വിളിച്ചു. ടാക്സി യാദൃശ്ചികമായിട്ട് ടാക്സിയിൽ ഒരു മലയാളി ഡ്രൈവർ ആയിരുന്നു. അപ്പോ അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ച് കൂട്ടത്തിൽ ചങ്ങനാശ്ശേരിയിൽ വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ രസകരമായ ഒരു കമന്റ് ചെയ്തു. ആ, ചങ്ങനാശ്ശേരിയിൽ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. അപ്പോ അപ്പൊ മലയാളികളെ പറ്റിയുള്ള എന്തൊരു അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര തമാശയാണ് നിങ്ങളുടെ കാര്യം. എന്താന്ന് വെച്ചാല് ചങ്ങനാശ്ശേരി ഞാൻ ഇടയ്ക്ക് വരുമ്പോ നാട്ടുകാരൊക്കെ എന്നോട് ചോദിക്കും, എങ്ങനെയുണ്ട് ഗോവയിൽ ബിസിനസ് ഒക്കെ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും, പിന്നെ സൂപ്പറാണ്, അടിപൊളിയാണ്, ഗോവയിൽ സംഭവം ബിസിനസ് ആണ് എന്നൊക്കെ പറയുമ്പോ ഈ ചോദിച്ച ആളുടെ മുഖത്തൊരു വിഷമാണ് അത്രേ. അയാളുടെ ഒരു ഇവാലുവേഷൻ ആണ് മലയാളിനെ പറ്റിയുള്ള. എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എന്തൊരു ഒരു പ്രശ്നമാണ് അത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ഷാഹിദിന്റെ സെഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും കുഴപ്പമില്ല എന്ന് പറയും. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെ തന്നെയാണ് പറയുക. എങ്ങനെയുണ്ട് ബിസിനസ്, കുഴപ്പമില്ല, നന്നായി എന്ന് നമ്മൾ പറയില്ല. അത് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്, എന്തോ ഒരു പ്രശ്നമാണ്. അതൊന്ന് മാറ്റണം എന്നാണ് ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. നൈസ് പേഴ്സൺ ആവണോ, നമ്മൾ അത് മാറ്റിയേ പറ്റുള്ളൂ. നന്നായി എന്ന് പറയുന്നതിന് എന്താണ് നഷ്ടം, എവിടെയാണ്? പക്ഷെ JC അങ്ങനെയല്ലേ കേട്ടോ. JCയിൽ വളരെ കൃത്യമായിട്ട് പിന്നെ അപ്രിസിയേഷൻ നൽകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. ഞങ്ങൾ ഇലക്ട്രിക് വട്ടോളിക്കാർ പറയാറുണ്ട്, എന്തും നല്ലത് പറയുന്ന ഏക ടീം JC മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോ ഇത് അപ്രിസിയേഷൻ നൽകുക എന്ന് പറയുന്നത് ഒരാൾക്ക് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളും ഒരു മറ്റേ മോട്ടിവേഷൻ സാധനമാണ്. നമ്മൾ പറയുന്ന കത്തിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ശരിക്കും. അങ്ങ് കുതിച്ച് മുകളിലേക്ക് പോകും. അപ്പോ ഒന്ന് അപ്രിസിയേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. ഇതിന്റെ ഒരു പുതിയ ഓൺലൈൻ വേർഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രോഗ്രാം നടത്തിയിട്ട് നന്ദി പറയും. നമ്മൾ ഇന്ന പരിപാടിയിലൊക്കെ സഹകരിച്ച ആളുകൾക്കൊക്കെ നന്ദി എന്ന് പറയുന്നത് അതിന് വലിയ ഇമ്പാക്ട് ഒന്നുമില്ല. കാരണം നന്ദി പ്രസംഗം നമ്മളിപ്പോ കുറെ EPS ഒക്കെ ക്ലാസ് എടുക്കുന്ന ആളുകളില്ലേ ഇവിടെ. EPSൽ നമ്മൾ പറയാറില്ലേ, ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഏതാന്ന് ചോദിച്ചാൽ പ്രസംഗം പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവം നന്ദി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. വോട്ട് ഓഫ് താങ്ക്സ്. കാരണം അതാരും കേൾക്കില്ല. അത് ആൾക്കാർ അപ്പേക്ക് എണീറ്റ് പോയിട്ടുണ്ടാവും, അല്ലെ ഭക്ഷണത്തിന് വേണ്ടി പോയിട്ടുണ്ടാവും, അല്ലെ ബാഗൊക്കെ തിരയുന്നുണ്ടാവും എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. സോ അതൊരു നല്ല ആ നന്ദിക്ക് വലിയ പ്രസക്തി ഇല്ല. ഇനി നന്ദി വേണ്ടാന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ അതിന്റെ അപ്പുറത്ത് പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അന്നത്തെ പ്രോഗ്രാമിന്റെ ആളുകളുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ പ്രോഗ്രാം വിജയകരമാക്കിയതിന് പിന്നിൽ ഇതാ ഇവരാണ്, ഇവർക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നൊരു പോസ്റ്റ് ഇട്ടാൽ മറ്റേതിനേക്കാൾ 100 മടങ്ങ് ഇമ്പാക്ട് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തൊരു പ്രോഗ്രാം വിളിച്ചാൽ ഉറപ്പാണ് ഇവരെന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോ ഓൺലൈൻ അപ്രിസിയേഷൻ ആണ് അത് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പുതിയൊരു കാലഘട്ടത്തിന് അപ്രിസിയേഷൻ അതാണ്. അപ്പോ അതൊന്ന് ചെയ്യാൻ ഇന്റർനെറ്റിന് വേറെ ചാർജ് ഒന്നും ഈടാക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്താൽ അതിങ്ങനെ കാണുമ്പോ ആ പോസ്റ്റ് ചെയ്ത മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത് അറിയോ? നിങ്ങളുടെ ഒരു ലൈക്ക്, നിങ്ങളുടെ ഒരു കമന്റ് ഒക്കെ അല്ലേ, അങ്ങ് കൊടുത്തേക്കൂ. എന്തിനാണ് നമ്മളൊരു മടിക്കുന്നത്? ഒരു നൈസ് ഫോട്ടോ എന്ന് എഴുതി വിടാൻ നിങ്ങൾക്ക് എന്താണ് മടി എന്നാണ് എന്റെ ചോദ്യം. ഒരാളൊരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചാൽ, ഞാനൊരു സ്റ്റാറ്റസ് വെച്ചാൽ, നിങ്ങളൊരു സ്റ്റാറ്റസ് വെച്ചാൽ നിങ്ങൾ പിന്നെ എന്താ നോക്കുക? ആരൊക്കെ കണ്ടു എന്നല്ലേ, വ്യൂസ് എത്ര ആള് കണ്ടു, ആരൊക്കെ കണ്ടു എന്നല്ലേ നോക്കുക. അതൊരു തരം മാനസിക രോഗമാണെന്ന് ഈ സൈബർ ഏരിയ പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അത് വിട്ടേക്കാം. പക്ഷെ ഒരാൾ ആഗ്രഹിക്കുന്നത് അതാണെങ്കിൽ ഒരാൾ സ്റ്റാറ്റസ് വെച്ചാൽ അങ്ങ് കണ്ടേക്കും. എന്നിട്ട് കണ്ടിട്ട് ഒരു നല്ല ഫോട്ടോയോ നല്ല എന്തെങ്കിലും സംഭവമാണെങ്കിൽ ഒരു തമ്പൊക്കെ കൊടുത്തേക്കും. അതിനൊരു പ്രത്യേക പിന്നെ പൈസ ഒന്നും ഈടാക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ ഒരു സാധനം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഗിവിംഗ് ദ അപ്രിസിയേഷൻ, റെക്കഗ്നീഷൻ കൊടുത്തോണ്ടേ ഇരിക്കുക. എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുക, ആഘോഷങ്ങൾ നടത്തുക, സെലിബ്രേഷൻസ് ആവട്ടെ, ഇതൊക്കെ അപ്രിസിയേഷന്റെ ഭാഗമാണ്. സോ 3A ഞാൻ പറഞ്ഞു. 4th വൺ അപ്രോച്ചബിൾ ആണ്. അപ്രോച്ചബിൾ മീൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവും. ആ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അയാൾക്ക് അത് പറയാൻ ഒരാളെ വേണം. ആ ആൾ നിങ്ങളാണോ? യു ആർ അപ്രോച്ചബിൾ.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അതിന്റെ ഒരു അർത്ഥമുണ്ട്. ഇപ്പൊ സ്കൂളിലേക്കൊക്കെ നോക്കിയാല് സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ ഇഷ്യൂ ഉണ്ടായാൽ കുട്ടി ഓടി സ്റ്റാഫ് റൂമിൽ വരും. സ്റ്റാഫ് റൂമിൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ആർ സിറ്റിംഗ് ദർ. ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അതിൽ നിന്ന് ഒരാളെ കുട്ടി പിക്ക് ചെയ്യും. ഈസ് അപ്രോച്ചബിൾ. കാരണം എന്താണെന്നറിയോ, ബാക്കി ഇത്രയും ടീച്ചേഴ്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ആ ടീച്ചറെ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ്, അയാളുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, അയാളുടെ ഒരു മുഖം, അയാളുടെ ഒരു ചിരി, അയാളുടെ ഒരു നടത്തം, അയാളുടെ ഒരു ഇരുത്തം, ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്ക് തോന്നുകയാണ് ഇയാളോട് ഇത് പറയാം, ഇയാളിത് പരിഹരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ അപ്രോച്ചബിൾ എന്ന് പറയുക. നിങ്ങളുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിയിട്ട് നിങ്ങളെടുത്ത് അയാൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി വന്നിട്ട് നിങ്ങളോട് അയാൾ അത് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ആർ അപ്രോച്ചബിൾ. ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, എന്നോട് ആരും ഒന്നും പറയുന്നില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നെങ്കിലും മുഖത്തൊരു ചിരി ഉണ്ടാവില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ഞാൻ ചിരിച്ചാൽ എന്റെ സാധനം പോയി പോകുന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ചിരി എപ്പോഴും മുഖത്തുണ്ടാവേണ്ടതാണ്. അത് ദൈവം തരുന്ന വരദാനമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്ന ടാക്സ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ചിരി അവിടെ ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് നമ്മളൊരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു ഭയങ്കര അതോറിറ്റേറിയൻ ബോഡി ലാംഗ്വേജ് ആവണ്ട, അല്ലാത്തൊരു ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ. ആളുകൾക്ക് നമ്മളോട് വന്ന് സംസാരിക്കാനും പറയാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പോകുമ്പോൾ വരുമ്പോഴേക്കും ഒരു ഹലോ, ഗുഡ് മോർണിംഗ്, ഹായ് എന്നൊക്കെ പറയുന്നത് ആളുകളുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കുന്നതാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമയുണ്ട്, നമ്മളെ സിദ്ദിഖ് ലാലൊക്കെ അഭിനയിച്ച ഒരു സിനിമയിൽ ലാലിന്റെ മോളെ മിസ്സാവുന്ന ഒരു രംഗമുണ്ട്. ലാലിന്റെ മോളെ കാണുന്നില്ല. മോളെ കാണാതിരിക്കുമ്പോ തെരഞ്ഞ് ഓടി നടക്കാണ്. അതിനിടയിൽ ആരോ പറഞ്ഞു ഏതോ ഒരു ചെക്കനെ കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ കാമുകനെ തേടിയിട്ട് അയാളോട് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനും കണ്ടിട്ടില്ല. ഇതുപോലെ ഒരുമിച്ച് തിരയുന്ന ഒരു രംഗമുണ്ട്. ഇതുപോലെ ഒരു മാളിലാണ് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നത്. അപ്പൊ മാളിലൂടെ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്ന കാണുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ ചോദിക്കും, നിങ്ങളുടെ മോളെ ഫോട്ടോ ഒന്ന് കാണിക്കും. അപ്പൊ ഫോട്ടോ കാണിക്കുമ്പോ അയാൾ പറയുന്നുണ്ട്, മോള് അകത്തേക്ക് കയറി പോയിട്ടുണ്ട്, പക്ഷെ പുറത്തേക്ക് വന്നിട്ടില്ല, അകത്തെവിടെയുണ്ട് എന്ന് അയാൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോ ഇവര് തെരഞ്ഞു നോക്കുമ്പോൾ അവസാനം ഒരു ഫ്രീസറിൽ നിന്ന് തണുത്തിറഞ്ഞ് പണ്ടേയുള്ള ഒരു സ്റ്റോറിയോ കഥയോ എന്തോ ആണ് ഇപ്പൊ ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ തണുത്ത് മരിക്കുന്നതിന്റെ അടുത്തെത്തി നിൽക്കുന്ന ഈ പെൺകുട്ടിയെ ഇവർ കണ്ടെത്തി രക്ഷപ്പെടുന്നതാണ് രംഗം. എന്നിട്ട് സെക്യൂരിറ്റിക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇതിന്റെ അകത്താണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, ഒരുപാട് ജീവനക്കാരുണ്ട്, പക്ഷെ എന്നോടൊന്ന് ചിരിച്ച് സംസാരിച്ച് വരുമ്പോഴും പോകുമ്പോഴും സംസാരിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാൾ ഈ പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയുള്ളത്, രാവിലെ പോയപ്പോൾ എന്നോട് എന്തോ പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം തിരിച്ചു വന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്നോടൊന്ന് ചിരിക്കാതെ, എന്നോടൊന്ന് സംസാരിക്കാതെ ആ പെൺകുട്ടി പോകാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആളുകൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നുള്ളതാണ്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്പിയറൻസ് ആണ്, അറ്റയർ, ലുക്ക്. ഇത് ആളുകളെ നൈസ് എന്ന് പറയിപ്പിക്കാനുള്ള ഒരു വലിയ ടൂളാണ്. അപ്പോ ഒരു നല്ല ഒരു ഡ്രസ്സിങ് സ്റ്റൈല് കീപ്പ് ചെയ്യുക എന്നുള്ളത് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആളുകളോട് അത് പ്രത്യേകമായിട്ട് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ദീസ് ആർ ദ 5 A's. ഓക്കെ, നല്ലൊരു അറ്റയർ കീപ്പ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു അഭിപ്രായം പറയുമ്പോൾ അത് നല്ലൊരു അറ്റയറിലായിരിക്കണം, ആളുകൾ ശ്രദ്ധിക്കും. അപ്പൊ ഏതായാലും ദീസ് ആർ ദ 5 A's ടു ബിക്കം എ നൈസ് പേഴ്സണാലിറ്റി. നല്ലൊരു JBN എന്നാണ് പറഞ്ഞത്, ജസ്റ്റ് ബി നൈസ് എന്നാ പറഞ്ഞത്. അപ്പോ നൈസ് ആവാനുള്ള കുറെ പോയിന്റുകൾ പറഞ്ഞു. അടുത്തൊരു ലെവലിലേക്ക് കയറി പോകാനുള്ള 100 പോയിന്റുകൾ ഇദ്ദേഹം ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതിൽ 3 എണ്ണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 100 പോയിന്റുകൾ ഏതെങ്കിലുമൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും നമ്മൾ ഒരു അടുത്ത ലെവലിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എല്ലാവരും നൈസ് പേഴ്സണാലിറ്റീസ് ആണ്, ഒരുപാട് ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അപ്പോ ഒരു അറിയാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പുതിയ ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ട് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിനുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു യു സർ. സാറേ, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇനി ഫീഡ്ബാക്ക് പറയാനുള്ളത് പറയാം. വളരെ ഗുഡ് മോർണിംഗ്, ഞാൻ JFS നിഖിൽ കൊടിയത്തൂർ ഫ്രം പാലക്കാട്. അടിപൊളിയുണ്ട്. നല്ല ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രചോദനാത്മകമായ വാക്കുകളാണ് ശ്രവിച്ചത്. ട്രെയിനർക്കും ബാക്കി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ഷാഹിദ് സാറേ, അഭിനന്ദനങ്ങൾ. ഒരു കുറഞ്ഞ സമയത്തിലെ വളരെ നൈസായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു.
സത്യത്തില് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സാറിനെ എന്താ പറയാ കണ്ണും പൂട്ടി അഭിനന്ദിക്കണം. പക്ഷെ നമ്മൾ മലയാളികളായതുകൊണ്ട് ഇനി അതിന് മടി പിടിക്കണമെന്ന് അറിയില്ല. പൊതുവെ മലയാളികൾ അഭിനന്ദിക്കാൻ വിമുഖരാണ്. അപ്പൊ എന്റേത് സാർ അൺകണ്ടീഷണൽ ആണ്. അൺകണ്ടീഷണൽ പിന്നെ അപ്രീസിയേഷൻ ആണ്. സാർ ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. നല്ല വാക്കുകളാണ്, നല്ല മോഡുലേഷൻ ആണ് സാറിന്റെ വോയിസ് മോഡുലേഷൻ ആണ്. സാർ അതൊരു നല്ല ട്രാക്കിൽ വളരെ ചുരുക്കിയ വാക്കുകൾ കൊണ്ട് തന്നെ നല്ല രീതിയിൽ പറഞ്ഞു. അപ്പോ അവിടെ പിന്നെ കണ്ടീഷൻ ഒന്നുമില്ലാത്ത പിന്നെ കണ്ണും പൂട്ടിയുള്ള മലയാളിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പിന്നെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്ത കണ്ണും പൂട്ടിയുള്ള ഒരു അപ്രീസിയേഷൻ ആണ്. ഹാറ്റ്സ് ഓഫ് സർ. താങ്ക് യു. ഷായ് സാർ ആൻഡ് ജെസ് ബൈ ഫ്രം ജെസി കർക്കിടം. ഓ എന്താ JBN, ജസ്റ്റ് റിയലി വെരി നൈസ് പ്രസന്റേഷൻ. അതിനെ കൂടെ ഒന്നും പറയാനില്ല. വെരി സൂപ്പർ. കീപ് ഇറ്റ് അപ്പ്. ഷായ് സർ, ഗുഡ് മോർണിംഗ്. വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഞാൻ ജെസി മെമ്പർ ഒന്നല്ല, എന്നാലും ഞാൻ ലാസ്റ്റ് 2-3 ദിവസമായിട്ട് നിങ്ങളുടെ ഈ മോർണിംഗ് 7 പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ വളരെ എഫക്റ്റീവ് ആയിരുന്നു. നല്ല അവതരണവും, അതായത് പഴയ കാര്യങ്ങളാണെങ്കിലും പുതിയ തരത്തിൽ നിങ്ങൾ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കേട്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. പുതുതായിട്ട് കേൾക്കുന്നവർക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. ഷാഹി സാർ, ഇങ്ങനൊരു മുഖം ഓർമ്മയുണ്ടോ? വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഷാഹി സാർ ഇതിന് എന്ത് കൊണ്ടെന്നാലും അതിലെന്തൊരു പുതുമ ഉണ്ടാവും. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്റെ കൂടെ സ്പീച്ച് ക്രാഫ്റ്റ് കഴിഞ്ഞ എന്റെ കൂടെ എന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങളിപ്പോഴും നല്ല ബന്ധമാണ്. ഞാൻ ഇടക്കിടക്ക് ഇളയറ്റിൽ പോകാറുണ്ട്, അദ്ദേഹത്തെ വിളിക്കാറുണ്ട്, കാണാറുണ്ട്. എന്തായാലും താങ്ക് യു ഇന്നത്തെ ഈ സുപ്രഭാതം സമ്മാനിച്ചതിന്. വളരെ ഞാൻ കുറച്ച് ലേറ്റായി വന്നത്. ആ പുസ്തകത്തിൽ ആ ബുക്ക് ഏതായിരുന്നു സാർ പറഞ്ഞു? ദ ഗ്രേറ്റ്നെസ് ഗൈഡ്, റോബിൻ ശർമ്മയുടെ. യെസ്. ഏതായാലും ആ ഒരുപാട് നല്ല നല്ല പോയിന്റുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. ഞാൻ സാറിൽ കണ്ട പ്രത്യേകത നല്ല സ്മൈലിംഗ് ഉണ്ടായിരുന്നു. എനർജി ഫീൽ ചെയ്തു. ഷായ് സാർ നമസ്കാരം. ശ്രീജിത്ത് തവനൂർ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള വാക്ക് ഇന്ന് മൂലം അവസാനിപ്പിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവ് തന്നതിന് ഒരുപാട് നന്ദി. ഏതായാലും ക്ലാസ് വളരെ മികച്ചതായിരുന്നു, വളരെ നിലവാരം പുലർത്തി. ഏതായാലും അടിപൊളി, സൂപ്പർ. താങ്ക് യു സാർ. താങ്ക് യു. നമ്മുടെ ഷാഹി സാറിന്റെ മനോഹരമായ സെഷൻ അത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടത് വളരെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാം നന്ദി പറയാൻ വേണ്ടിയിട്ട് മീര മാമിനെ ക്ഷണിച്ചോളൂ. മീര മാഡം. Thank you, Chairman, the most respected Chairman, Speaker of the Day, and my dear friends. നമ്മുടെ 7 AM മോർണിംഗ് ഡ്രൈവിന്റെ 21ാമത്തെ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി ചെയർ ചെയ്ത, ഇന്നലെ നമ്മൾ എല്ലാവരും ജന്മ 28 പങ്കെടുത്തിരുന്നു. അവിടെ എല്ലാവരും സജീവമായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും വളരെ വൈകിയാണ് തിരിച്ചെത്തിയത്. എങ്കിൽ പോലും വളരെ ഭംഗിയായി ഇന്നത്തെ ഈ പ്രോഗ്രാം ചെയർ ചെയ്തിരിക്കുന്ന സോൺ ഫാക്കൽറ്റി സെൽ ചെയർമാൻ JCA സെനറ്റർ സുരേഷ് EG, അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സ്പീക്കറായി എത്തിച്ചേർന്നിരിക്കുന്നത് സോൺ 21 നിന്നും JCA എലൈറ്റിലെ മെമ്പറായ JC ഷാഹിദ് എലൈറ്റിലാണ്. ഏറ്റവും ഭംഗിയായി തന്നെ അദ്ദേഹത്തിന്റെ പാർട്ട് ഇവിടെ വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് പറയുന്നതിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്ര എനർജറ്റിക് ആയിരുന്നു അദ്ദേഹത്തിന്റെ സെഷൻ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന്. അത്രയും മനോഹരമായ ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. സോൺ 21 നിന്നും സോൺ 28 മാറിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളുമായി വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഷാഹിദ് സാറിന് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും JC നോൺ JC സുഹൃത്തുക്കൾക്ക് ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് JCs, be better, let's make a difference. Thank you. Thank you everybody. The meeting in connection with 7 AM morning drive by
Zone 28 is hereby adjourned. Thank you.